കെന്നഡിയും കരിമിക്കാലൻ അതൊരു തുറന്ന നിലപാടാണ്. അതിന് നന്ദി. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിലേക്ക് കൂടി. ശ്രീ നോബിൾ മാത്യു, BJPയുടെ പ്രതീക്ഷ എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ്. അതിനു മുമ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത സീറോ മലബാർ സഭയുടെ ആ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ BJPയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു സഭാംഗമാണ്. ഈ സഭാംഗം എന്നുള്ള നിലയിൽ ഇന്നത്തെ ചർച്ചയെ കാണുന്നത് നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു കാക്കനാട് വെച്ച്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അഭിനന്ദനായ പ്രധാനമന്ത്രി തട്ടിൽ പിതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ സന്ദേശം നൽകി. ആ സന്ദേശം നൽകിയപ്പോൾ അഭിനന്ദനായ തട്ടിൽ പിതാവ് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവിടെ ഫരീദാബാദ് രൂപതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വീകരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അവിടെ പോയപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി കാണാൻ അവസരം നൽകി. അല്ല, ഞാൻ ആ കൂടിക്കാഴ്ചയിൽ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഒരു വിഷയമുണ്ട്. ഞാൻ ഈ നേരത്തെ ഫാദർ ഫിലിപ്പ് കവിയലിനോടും കെന്നഡി കരിമികാലോടും ചോദിച്ച ചോദ്യമല്ല താങ്കളോട് ചോദിച്ചത്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഞാൻ BJPയോട് ചോദിക്കുന്നില്ല. BJP ഇതിൽ കാണുന്ന പ്രതീക്ഷ എന്താണ്? രാഷ്ട്രീയമായി BJP ഇതിനകത്ത് കാണുന്ന പ്രതീക്ഷ എന്താണ്? ഒരു പ്രതീക്ഷയില്ല എന്നാണോ? അല്ല, BJP രാഷ്ട്രീയം എപ്പോഴും കാണുമല്ലോ. BJP എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ നേതാവാണ്. ആ BJPയുടെ രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ്. എല്ലാ സംഘടനകളുടെയും പിന്തുണ നേടാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ BJP ഈ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ BJPയെക്കുറിച്ച് ധാരണകളല്ല, തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത്. ആ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ, കൂടുതൽ അടുക്കുവാനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ, അതുപോലെ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കന്മാരുടെ വീടുകൾ സന്ദർശിച്ചു, ക്രൈസ്തവരുടെ വീടുകൾ സന്ദർശിച്ചു. ഈ BJPയും കേരളത്തിലെ ക്രൈസ്തവരും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അകലം ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, ലോക്സഭാ പറഞ്ഞോളൂ. അതിന്റെ ഭാഗമായിട്ടല്ല എന്ന് താങ്കൾ പറഞ്ഞത് മുഴുമിപ്പിക്കും. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഇന്ന് അഭിനന്ദനായ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ തന്നെ ഒരു മാധ്യമ കമ്മീഷനുണ്ട്. അഭിനന്ദനായ നമ്മുടെ പാമ്പ്ളാനി പിതാവ്, സെബാസ്റ്റ്യൻ, നമ്മുടെ വാണിയപ്പുരയ്ക്കൽ പിതാവ്, അതുപോലെ തന്നെ നമ്മുടെ പോളി കന്നിക്കാരൻ പിതാവ്, ഇവരടങ്ങുന്ന ഒരു മാധ്യമ കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെതായിട്ട് ഒരു പ്രസ് റിലീസ് കാക്കനാട് നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്: അഭിനന്ദ റാഫേൽ തട്ടിൽ പിതാവിനെ അന്ന് അഭിനന്ദിച്ചു, തിരിച്ച് ഇന്ന് കണ്ടപ്പോൾ വീണ്ടും അഭിനന്ദനം പറഞ്ഞു. അപ്പോൾ സഭയുടെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുകൂടാതെ സഭയുടെ നിലപാട് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, സഭ നിലപാട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒളിഞ്ഞും തെളിഞ്ഞുമാണോ നിലപാട് പറയുന്നത്? നിൽക്കട്ടെ. BJPയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ചോദിക്കാം. തൃശ്ശൂരിൽ ലക്ഷ്യമിടുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഏറെ സ്വാധീനമുള്ള ഒരു വൈദികൻ കൂടിയാണ് റാഫേൽ തട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈദികനുള്ള സ്വാധീനം, സഭയ്ക്കുള്ള സ്വാധീനം, ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ഇതിനകത്ത് വർക്കൗട്ട് ആകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അല്ലേ? അല്ല അപർണ, അതിന് ഉത്തരവും തൃശ്ശൂർ മാത്രമല്ല BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ 20 സീറ്റും BJP ലക്ഷ്യമിടുക. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 6 സീറ്റെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നു. അപ്പം 20 സീറ്റും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോകുന്നത്. അല്ലാതെ തൃശ്ശൂർ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെയ്യുന്നത് എന്താണ്? ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കും. ഞങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി സബ്കാ സാത്ത്
സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായി ഭാരതത്തെ ലോകത്തിന്റെ ഉദാത്തവും ഉത്തുംഗവുമായ ശൃംഖത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ഇപ്പൊ തന്നെ നമ്മൾ 5ാം സ്ഥാനത്തായിരിക്കുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ നമ്മുടെ രാജ്യം 11ാം സാമ്പത്തിക ശക്തിയായിരുന്നു. ഇപ്പൊ 5ാം സാമ്പത്തിക ശക്തിയായി. അദ്ദേഹം തന്നെ പറഞ്ഞു അടുത്ത 3ാം വരവിൽ കുറഞ്ഞ 3ാം സാമ്പത്തിക ശക്തിയാവും. അങ്ങനെ വീണ്ടും ആ ഭാരതത്തിന്റെ പരമവൈഭവം അത് ലക്ഷ്യമിട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നേറുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം നടക്കുന്നത്. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ബി ജെ പി പറയുന്നു. ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല എന്നുള്ളത് അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ്,